ഹലോ ഗേസ്, നിഹാര വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നെടുക്കുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന വീഡിയോ ആണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ബുക്ക് സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പൊ ബുക്ക് ഒട്ടയിടലാണ്ട ഇന്നത്തെ വീഡിയോ. അപ്പൊ മീനു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒട്ടയിടാൻ നിൽക്കേണ്ട. അപ്പതേ ഒരു ബുക്ക് വെച്ചിട്ട് രണ്ടെണ്ണത്തിന് വേണ്ടിയുള്ള ഒട്ടിടാനുള്ള പേപ്പറാണ് കീറുന്നത്. അപ്പൊ കത്രി ചെയ്ത് കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരേണ്ട. ഓക്കെ, കറക്റ്റായിട്ട് കട്ട് ചെയ്തോണ്ട് എന്നിട്ട് അത് രണ്ടാക്കി മടക്കി പണ്ട് അതൊന്ന് ശരിക്കും സെന്റർ മടക്കിയിട്ട് അതൊന്നും കൂടി അങ്ങാട് കട്ട് ചെയ്യാം. കണ്ട, അപ്പൊ രണ്ട് ബുക്കിനുള്ളത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ട. അപ്പോൾ നോക്കിക്കോട്ടോ, ഒരു ബുക്കിനുള്ളത് കിട്ടി. ഇപ്പം അത് കട്ട് ചെയ്തപ്പോൾ രണ്ടെണ്ണത്തിനുള്ളിൽ കട്ട് ചെയ്തെടുത്താണ്. ഒറ്റ കട്ടിങ്ങിൽ രണ്ടെണ്ണത്തിന് കിട്ടി. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒട്ട ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ഇതേ കൂടി ഇങ്ങനെ ഒരു സൈഡ് വെക്കാം. കണ്ടാ കറക്റ്റായിട്ട്. അത് കഴിഞ്ഞ് ഒരെണ്ണം ഇപ്പുറത്തേക്ക് എടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു പേപ്പറും കൂടെ വെക്കാം അതിൻ്റെ കൂടെ. എത്ര പേപ്പർ ഉണ്ടെന്ന് നോക്കണം. ഒരു പേപ്പർ ഇടിച്ചെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ഒട്ടും നന്നായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതങ്ങനെ വീണ്ടും മടക്കി ഇട്ട് വെച്ചിട്ട് 4 സൈഡിൽ നിന്നും കത്രി വെച്ച് വെട്ടാം. 4 സൈഡിൽ നിന്നും കത്രിയായിട്ട് ഇങ്ങനെ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് ഉള്ളിലേക്ക് മടക്കി വെക്കാൻ പറ്റും കറക്റ്റായിട്ട്. അപ്പോൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലായിടത്തും ഇങ്ങനെ കറക്റ്റായിട്ട് മടക്കിയിട്ട് കറക്റ്റ് ലെവലായിട്ട് ഇരിക്കും. അപ്പം എല്ലാവരും ഓക്കെ. ആ കട്ടിങ് ഒക്കെ കറക്റ്റായിട്ട് വരും. അങ്ങനെ മടക്കുമ്പോൾ കറക്റ്റായിട്ട് കട്ടിങ് കിട്ടും. അതിങ്ങനെ കറക്റ്റായിട്ട് ഉള്ളിലേക്ക് നോക്കിയേ, എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ട് ഇനിയിപ്പോ എല്ലാ സൈഡിലും സ്റ്റാപ്ലെയർ അടിച്ചിങ്ങനെ വെക്കാം. സ്റ്റാപ്ലെയർ അടിച്ചിങ്ങനെ വെക്കാം. 4 മൂലക്കയിലും സ്റ്റാപ്ലെയർ അടിച്ചു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പോവൂല. ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കോട്ടിങ്ങിന്റെ ഒരു ഇത് വരുന്നുണ്ട്, അത് ചെയ്യട്ടാ. ആ പ്ലാസ്റ്റിക് കോട്ടിങ്ങിന്റെ ഒരു കവറും കൂടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കീറിയൊന്നും പോകില്ല. അത് കഴിഞ്ഞ് ലേബല് അത് ഒട്ടിച്ച കുക്കപ്പന്റെ ഫോട്ടോ തന്നെയുള്ള ഒരു ഇതാണ് കേട്ടോ, സ്റ്റിക്കറാണ് ഒട്ടിക്കണത്. അത് ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഒരേ ബുക്കിന് ഇങ്ങനെ ഒട്ടിച്ചങ്ങാട് കൊടുക്കുക കറക്റ്റായിട്ട്. നോക്കിയേ, നല്ല രസമല്ലേ. അതിന് പല ടൈപ്പ് ഞങ്ങൾ സ്റ്റിക്കർ ഓർഡർ ചെയ്ത് വരുത്തി. അപ്പൊ ഇത്രയും ബുക്കുകൾ ഇപ്പൊ ചെയ്തിട്ട് പല ഡിസൈനുള്ള സ്റ്റിക്കറുകളാണ് വെച്ചാക്കണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് എല്ലാവർക്കും ബൈ.